ട്രംപിന്റെ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും തിരിച്ചടി നൽകാൻ തയ്യാറായി ചൈന. മോസ്കോയെ സമ്മർദ്ദത്തിലാക്കാൻ റഷ്യൻ എണ്ണ വാങ്ങുന്നവർക്ക് മേൽ തീരുവ ചുമത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ രാജ്യങ്ങളോട് സമ്മർദ്ദം ചെലുത്തിയതിന് പിന്നാലെ വാഷിംഗ്ടണിന് കർശനമായ സന്ദേശം നൽകിയിരിക്കുകയാണ് ചൈന. പ്രത്യേകിച്ച് ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ അധികമായി ഉപരോധം ഏർപ്പെടുത്താനൊരുങ്ങുന്ന സാഹചര്യം കണക്കാക്കിയാണ് പുതിയ നീക്കങ്ങളുമായി ചൈന മുന്നിട്ടിറങ്ങുന്നത്. ട്രംപിന്റെ ഏകാധിപതി ഭരണം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നൊരു സന്ദേശവും ഇതിലൂടെ മനസ്സിലാക്കാം. ട്രംപിന്റെ കടന്നാക്രമണങ്ങൾ കൊണ്ട് അമേരിക്ക തന്നെ കൂപ്പുകുത്തുകയാണ്. എന്തു തന്നെയായാലും യുദ്ധങ്ങളിൽ ഗൂഢാലോചന നടത്തുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്നില്ലെന്ന് ചൈന പറഞ്ഞു. സ്ലോവേനിയയിലേക്ക് ഒരു സംസ്ഥാന സന്ദർശന വേളയിൽ യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹരിക്കില്ലെന്നും ഉപരോധങ്ങൾ അവയെ സങ്കീർണമാക്കുകയുള്ളൂവെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറഞ്ഞതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. റഷ്യയുടെ എണ്ണ വാങ്ങുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ ചൈനയ്ക്ക് മേൽ 100% വരെ ഉപരോധം ഏർപ്പെടുത്താനും റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്താനും നാറ്റോ അംഗങ്ങളോട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് US-നെതിരെ ചൈനയുടെ പരിഹാസം.